Hi guys, welcome to Spicy Butterflies vlog. Now I am standing in front of the Indian Islamic Center. ഇന്നിവിടെ അബുദാബി KMCC പത്തനംതിട്ട ജില്ലയുടെ ഒരു ഫാമിലി യൂണിറ്റ് ഇവിടെ നടത്തിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഈ ഫാമിലി മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് പോസ് ചെയ്യുകയാണ്. മുല്ലപ്പൂ നിൽക്കുന്നു. ഫാമിലി മീറ്റിന്റെ ഈ മുല്ലപ്പൂ സുന്ദരിയെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ചിട്ടയും കൈമുതലായിട്ടുള്ള ഈ ട്രഷറർ വിന്നേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ഗൈസ്. ശ്വാസം അടക്കി പിടിച്ച് ഇത് അവർ വീക്ഷിക്കുകയാണ്. പാവങ്ങൾ, ഇവർക്ക് സംസാരിക്കാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അത് കേൾക്കാൻ വേറൊരാളും ഹെയർ എല്ലാം കട്ട് ചെയ്ത് സുന്ദരിയായി പോസ് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ മർമ്മം ഗൈ സ്നേഹപാചകമായിട്ട് ചോക്ലേറ്റ് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിതരണം ചെയ്യുകയാണ്. പാവങ്ങൾ അവരുടെ ദുരിതങ്ങൾ അയവിറക്കുകയാണ്. എവരി ടൈം മൊഹം പൊത്തിക്കൊണ്ട് എസ്കേപ്പ് ചെയ്യുന്ന പിടികിട്ടാപ്പുള്ളിയെ എനിക്ക് പിടികിട്ടിയിരിക്കുന്നു. ഇതാണ് ആ മൊഹം പൊത്തി. കണ്ടോ പാവം സുന്ദരിക്കുട്ടി ഇതെന്താണെന്ന് ചെക്ക് ചെയ്യാണ്. അയ്യോ, എൻ്റെ എല്ലാം പോയെന്നുള്ള ഇരിപ്പ് കണ്ടില്ലേ? പാവത്തിന് വെള്ളം കൊടുക്കാൻ ഞാൻ തിരയുകയാണ്. ഈ പ്രസിഡന്റിന്റെ പ്രൊഫഷണൽ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലായിട്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗായ്സ്. ഇതാണ് ഇവിടെ നടക്കുന്ന മഹാസംഭവം. ട്രഷറർ അടുക്കി വെച്ച ഗിഫ്റ്റുകളുടെ ഒരു ശേഖരമാണിത്. You see, the guys are very excited. കൂടുതൽ വിനയം കാണിക്കാതിരിക്കാൻ ഈ വ്യക്തി ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. Now start the Abu Dhabi Pathanamthitta KMCC family unique. These are the energetic and intelligent members of the Pathanamthitta unique. നമ്മുടെ പ്രസിഡന്റ് ആണ്. വെറിച്ചിട്ടാണോ എന്തോ ആണോ എന്നറിയത്തില്ല. മൈക്കിൾ വളരെ ബലമായിട്ട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രസിഡന്റിന്റെ ഫേസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ട്രഷറർ. നമ്മുടെ ട്രഷറർ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ട്രഷറർ വന്നിരിക്കുന്നത് എല്ലാവർക്കും താങ്ക്സ് പറയാൻ വേണ്ടിയാണ്, നന്ദി പറയാൻ വേണ്ടിയാണ്. പക്ഷേ ട്രഷറർ ഇവിടെ വന്ന് നിന്നതിന് ശേഷം ട്രഷറർക്കും മനസ്സിലായിട്ടില്ല എന്താണ് പറയേണ്ടതെന്നും. അവർക്ക് ഇരിക്കുന്ന മെമ്പേഴ്സിനും മനസ്സിലായില്ല ഈ ട്രഷറർ എന്താണ് പറയുന്നതെന്ന്. ട്രഷറർ നന്ദി പറച്ചിലോടുകൂടി ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു എവിഡൻസ് ആണിത്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ പൊസിഷൻ തിട്ടപ്പെടുത്തി സ്റ്റാൻഡ് ചെയ്ത് പോസ് ചെയ്യുന്ന തിരക്കിലാണ്. ഈ ഫീമെയിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടെ എങ്ങനെ നോക്കിയിട്ടോ അവർ പൊസിഷൻ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അവർ പോസ് ചെയ്തിട്ടൊന്നും അവർക്ക് ഒക്കുന്നില്ലേ. ഇങ്ങനെയൊക്കെ നിന്ന് പോസ് ചെയ്തിട്ടോ അങ്ങോട്ട് അവർ എന്താ പറയുക, അവർ തൃപ്തിയാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പിന്നെയും ടൈം എടുക്കുകയാണ്. അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാൻ ലാഗായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു വീട്ടിൽ നിന്ന് ഒരുമിച്ച് വന്നതാണ്, പിന്നെ എന്തിനാണ് ഇപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാക്കക്കൂട്ടങ്ങൾ കലവില കൂട്ടുന്നത് പോലെ ഫുഡ് കഴിക്കാനുള്ള ഒരു രോദനമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കട്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറിയുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ഗീ റൈസ് വിളമ്പുന്നു. ഫുഡെത്തി പോയി വിശക്കുന്നേന്ന് രോദനം കൊള്ളുന്ന ഈ കാക്കക്കൂട്ടങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഫുഡെത്തിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് എല്ലാ കറിയും കിട്ടിയില്ല എന്നൊരു രോദനമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചല്ലാസ് കിട്ടിയില്ല, ഞങ്ങൾക്ക് പിക്കിൾ കിട്ടിയില്ല. പിക്കിൾ ആൻഡ് ചല്ലാസ് ഈസ് മിസ്സിങ് നൗ. ഈ കുട്ടി പിക്കിൾ കിട്ടാത്തതുകൊണ്ട് സമരത്തിലാണ്. ചല്ലാസില്ലേ എന്നുള്ള രോദനമാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു ബീഫ് റോസ്റ്റ് തരാമെന്ന് പറയുകയാണ് ഈ വ്യക്തി ചിരിച്ചുകൊണ്ട്. നല്ല സുന്ദരമായ ചിരിയല്ലേ ഇത്? ഫുഡിനെ കുറിച്ചുള്ള ഇന്റർനാഷണൽ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു ഇവരാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. മീറ്റിങ്ങും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഇവർ കഴിക്കുന്നത് മാത്രമേ ഇവരറിയുന്നുള്ളൂ. എല്ലാവരും നേരെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇവർ മാത്രം അതിലേക്ക് മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. ആഫ്റ്റർ ഫുഡ് അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി കുറേ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡ് തിന്ന് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഈ കാക്കക്കൂട്ടങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഈ സുന്ദരിക്കുട്ടിക്ക് ഇതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിലെ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന 30 മെമ്പേഴ്സിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഒരു രംഗമാണ്. നറുക്കിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കും. ആകെ 25 മെമ്പേഴ്സുള്ള ഈ ഫാമിലി യൂണിക്കിൽ നിന്നും ഒരാളെ നറുക്കിട്ടെടുക്കുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിച്ചേ കോളെന്നുള്ള ഷിഫ ഫൈസലിനെ ചിരിച്ചോണ്ടുള്ള നിപ്പ് കണ്ടില്ലേ? ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടിക്കുറുമ്പന്മാരുടെ ക്വിസ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ വേൾഡിനെ അരച്ച് കറക്കി കുടിച്ച കുറേ ഇൻ്റലിജൻസിൻ്റെ ക്വിസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്വിസിൻ്റെ സാരഥി വെള്ളം കുടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വിസ് നടത്തി ഈ സാരഥിക്ക് നല്ലൊരു ഉപകാരം കൊടുക്കുകയാണ്.
ഇനി നമുക്ക് കുറച്ച് നേരം കുറച്ച് സോങ് കേട്ടുകൊണ്ട് എല്ലാവരുടെയും ആസ്വാദന ശൈലി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിലയിരുത്തിയാലോ. നമ്മുടെ സിംഗർക്ക് ആ മ്യൂസിക്കിൻ്റെ ബാസ് അങ്ങോട്ട് പിടിച്ചില്ല, അത് ചേഞ്ച് ചെയ്യുകയാണ് ആ വ്യക്തി. ഈ ഫീമെയിൽ സെക്രട്ടറി ആണെങ്കിൽ ക്ലാപ്പ് ചെയ്ത് ഈ സോങ് ഭയങ്കരമായിട്ടിരുന്ന് ആസ്വദിക്കുകയാണ്. ആ കൂടെ ഞങ്ങളെയും കൊണ്ടും ആസ്വദിപ്പിക്കുകയാണ്. ക്ലാപ്പ് ചെയ്യൂ എന്ന് ഞങ്ങളോട് ഘോരം ഈ ഫീമെയിൽ സെക്രട്ടറി ഞങ്ങളെ അങ്ങ് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഗൈസ്. ഈ ഫീമെയിൽ സെക്രട്ടറി ഞങ്ങളെയും കൊണ്ട് കൈ തൊട്ട് ക്ലാപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാപ്പ് ചെയ്ത് ഞങ്ങൾ ഹാൻഡിനൊക്കെ പെയിനായിട്ട് ഞങ്ങൾ ക്ലാപ്പ് ചെയ്തിൽ നിർത്തി. ഉടനെ ഫീമെയിൽ സെക്രട്ടറി ഞങ്ങളെ നോക്കി പേടിപ്പിക്കുകയാണ്. ഞങ്ങൾ ക്ലാപ്പ് ചെയ്യാതിരിക്കുന്നത് നോക്കി പേടിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ക്ലാപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ഫീമെയിൽ സെക്രട്ടറി അല്ലേ, ക്ലാപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്നോർത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ പേടിച്ച് ക്ലാപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങളുടെ കൈകളെല്ലാം വേദനിക്കുന്നു. വേദനിച്ച് കൈകളെല്ലാം വേദനയാണ്. ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാതെ ഈ വ്യക്തി എന്തോ തിരയുകയാണ്. സ്റ്റേജ് അടിച്ചു പൊളിക്കാൻ, ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കാൻ നമ്മുടെ ജാസ്മിൻ ഫ്ലവർ ഇപ്പോൾ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. സിംഗ് എ സോങ്. ആ റെഡ് ഗ്ലാസിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ ജാസ്മിൻ ഫ്ലവറിൻ്റെ സാരഥിയാണ്. അപ്പുറത്തിരിക്കുന്ന വ്യക്തി ഇപ്പോഴും എന്തോ തിരയുകയാണ്. നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ ആ കിളിനാദം കേട്ട് വീഡിയോ പോലും കട്ടായി പോകുന്നു. ആ കൂടെ നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ മുന്നോട്ട് പാടാനും സാധിക്കുന്നില്ല. ആ വ്യക്തിക്ക് മൈക്ക് വായിലോട്ട് വെക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഈ ജാസ്മിൻ ഫ്ലവർ കൊടുക്കാതെ അത്രയ്ക്ക് അതിഗംഭീരമായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ ജാസ്മിൻ ഫ്ലവറിൻ്റെ സാരഥി ആ സോങ്ങുകൾ ആസ്വദിക്കുകയാണ്. വീട്ടിൽ നിന്ന് ആസ്വദിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ വ്യക്തി ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. ഇപ്പുറത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ എല്ലാം തിരിയുകയാണ് ഇപ്പോഴും. നമ്മുടെ സിംഗർ ജാസ്മിൻ ഫ്ലവറിൻ്റെ സാരി തലയ്ക്ക് കൈ കൊടുക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് അതൊന്നും തിരയാൻ പറ്റുന്നില്ല. ഈ ജാസ്മിൻ ഫ്ലവർ ഇങ്ങനെയാണ്. കയ്യിൽ മൈക്ക് കിട്ടിയാൽ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിൻ ഫ്ലവർ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം മറന്നുപോകും. സ്വയം മറന്നങ്ങ് പാടിത്തുടങ്ങും. അടുത്ത് നിൽക്കുന്ന ആൾക്ക് പാടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ജാസ്മിൻ ഫ്ലവർ ആ സ്റ്റേജ് ഫുള്ള് കയ്യേറി പാടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം അടുത്തിട്ട് മൈക്കും മേടിച്ച് നമ്മൾ ജാസ്മിൻ ഫ്ലവറിനെ തിരിച്ചു വിടുകയാണ്. ജാസ്മിൻ ഫ്ലവറിനെ പറഞ്ഞു വിട്ട സങ്കടത്തിൽ അതിൻ്റെ സാരഥി എന്തോ തിരിയുകയാണ്. സോങ്ങൊന്നും ഇനി കേൾക്കുന്നില്ല. നമ്മുടെ നെക്സ്റ്റ് വ്യക്തി ഇപ്പോഴും എന്തോ തിരിയുകയാണ്. തിരച്ചിലെല്ലാം കഴിഞ്ഞത് മൊബൈൽ വെച്ച് എല്ലാം ഇതുവരെ നടന്നതെല്ലാം ആസ്വദിച്ച് മട്ടിലുള്ള ഇരിപ്പ് കണ്ടില്ലേ. ഇവിടെ ആസ്വദിച്ചിട്ടും മതി വരുന്നില്ല. പിന്നെ ഇവിടെ കുമ്മി അടിപ്പണ്ണയൊക്കെ ആയി, പിന്നെ കഥകളായി, ചർച്ചകളായി, ലോക കാര്യങ്ങളായി സംസാരം, പിന്നെ പല കാര്യങ്ങളായി. അവർ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സോങ് കേൾക്കുന്ന അതേ താളത്തിൽ ആ ബനാന തിന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യൂനെ കണ്ടില്ലേ നിങ്ങൾ? ബ്യൂട്ടി ക്യൂനെ കണ്ടില്ലേ? ഈ വീഡിയോയുടെ സാരഥിയാണിത്. ആകെ ഒരു മരപ്പ്. ഇവിടെ എന്താണൊന്നും നടക്കുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ലല്ലോ. നമ്മുടെ സ്പൈസി ബട്ടർഫ്ലൈസ് എല്ലാം അവർക്കാകും വിധം എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാവോ ആ രീതിയിലെല്ലാം അവർ ആ സ്റ്റേജിൽ നിന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഈ ബട്ടർഫ്ലൈസ് അവരുടെ ലൈഫിൻ്റെ നല്ലൊരു മൊമെൻറ്റിൽ കൂടി ഇപ്പോൾ ആ സ്റ്റേജ് നല്ല അടിച്ചു പൊളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെയറിൽ ട്രഷററിൻ്റെ ഇപ്പുറത്തായിട്ട് കൈ അടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രസിഡൻറ്റിനെ കാണാതായിരിക്കുന്നു. ഞാൻ തലങ്ങും വിലങ്ങും ചെക്ക് ചെയ്യുകയാണ്, പക്ഷേ പ്രസിഡൻ്റ് അവിടെയില്ല. ഞങ്ങളുടെ പ്രസിഡൻറ്റ് ഞങ്ങളെ ഇട്ടിട്ട് എവിടെയോ പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിശയിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു? എപ്പോൾ വിളിച്ചാലും ഏത് സോങ് പറഞ്ഞാലും മുല്ലപ്പൂവിന് ഒന്നും നോക്കി പാടേണ്ട കാര്യമില്ല. അതെപ്പോഴും അതിൻ്റെ കയ്യിൽ ആ ലിറിക്സ് എല്ലാം ഭദ്രമാണ്. ഏത് സോങ്ങിൻ്റെ ലിറിക്സും ഈ മുല്ലപ്പൂവിൻ്റെ, അതായത് നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ കയ്യിൽ വളരെ ഭദ്രമാണ്. ഏത് സമയത്ത് ഏത് സോങ് പാടാൻ പറഞ്ഞാലും ആ മുല്ലപ്പൂ എപ്പോഴും റെഡിയാണെന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. കാണാതെ പോയിരിക്കുന്നു ഞങ്ങളുടെ പ്രസിഡന്റിനെ. കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. വളരെ ഊർജ്ജസ്വലതയോടെ ഞങ്ങളുടെ പ്രസിഡന്റ് തിരിച്ചു വന്നിരിക്കുന്നു. തിരുമ്പി വന്നിട്ടേ ജൂനിയർ പ്രസിഡന്റുമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് തിരുമ്പി വന്നിട്ടേ.
ഇത്രയും നേരം നമ്മൾ കുറേ സോങ്ങുകൾ ആസ്വദിച്ച് അതിൻ്റെ ആസ്വാദനത്തിൻ്റെ അങ്ങേ ലോകത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം കുറച്ച് ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് കുറച്ച് നേരം റിലാക്സ് ആകാം. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരുടെ ഒരു മ്യൂസിക്കൽ ചെയർ പ്ലേ ആണ്. ഈ പ്ലേയിൽ പോലും നമ്മുടെ കുഞ്ഞു സ്പൈസി ബട്ടർഫ്ലൈസ് പോലും പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുങ്ങൾക്ക് ഈ മ്യൂസിക്കൽ ചെയർ എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ആ ചെയറിന് ചുറ്റും കിടന്ന് അതുങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസുകളുടെ എന്താ പറയുക ഞാനതിന് മ്യൂസിക്കൽ ചെയർ പ്ലേ ആണ്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ഈ സ്പൈസി ബട്ടർഫ്ലൈ എന്നെ പിടിവിടുന്ന ലക്ഷണമില്ല. എൻ്റെ അമ്മ ഒരു വിധത്തിൽ ഇത്തവണ രക്ഷപ്പെട്ടു. ഇരിക്കാനുള്ള ആക്രാന്തത്തിൽ ഇരിക്കുന്ന ടൈം എത്തുന്നതിന് അറിയാതെ ഇരുന്നു പോയതാണ്. ഇപ്പം സോങ് നിൽക്കുമെന്ന് ചെവി ഓർത്ത് എപ്പോഴാണ് സോങ് നിൽക്കുന്നത്, എപ്പോഴാണ് സിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ സൈലൻ്റായിട്ട് ചിന്തിച്ചു കൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ജാസ്മിൻ ഫ്ലവർ സോങ്ങിൽ മാത്രമല്ല കളിയിലും അഗ്രഗണ്യാണ്. ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിൻ്റെ സമ്മാനമാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഇവർ കളിക്കുകയാണ്. അമ്മി എന്ന് ലേലം വിളിച്ചുകൊണ്ട് എൻ്റെ സ്പൈസി ബട്ടർഫ്ലൈസ് എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗൈസ് ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു. ഈ വീഡിയോയുടെ സാരഥി പുറത്തായെങ്കിലും ഈ പ്ലേയിൽ ആരാണ് വിൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ? അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എൻഡ് വരെ കാണിക്കുന്നതായിരിക്കും. ഗൈസ് നിങ്ങൾ വിഷമിക്കേണ്ട, ഡോൺ ബി സാഡേ. അപ്പോൾ നമ്മുടെ ഈ ധീരവനിത വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാകണ്ടേ? ഇവിടെ നമ്മളുടെ മെയിൻ മെമ്പേഴ്സിൻ്റെ മ്യൂസിക്കൽ ചെയർ പ്ലേ നടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയറൊക്കെ കറക്റ്റായിട്ട് എണ്ണം കറക്റ്റായിട്ട് തിട്ടപ്പെടുത്തി ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്ലേ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് തലങ്ങും വിലങ്ങും വട്ടം കറങ്ങുകയാണ്. അവർ കറങ്ങുകയാണോ അതോ അവർ കറക്കുന്നതാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലല്ല, ഈ പ്രാവശ്യം നമ്മുടെ സെക്രട്ടറി കരുതിക്കൂട്ടിയാണ്. എങ്ങനാണേലും വിൻ ചെയ്തേയുള്ളൂവെന്ന് ആഘോഷിച്ചുകൊണ്ട് ഈ സെക്രട്ടറി ഫ്രണ്ടിൽ നിൽക്കുന്നവരെയും പുറകിൽ നിൽക്കുന്നവരെയും തള്ളിയും ഉന്തിയും താഴെയിട്ടുമൊക്കെ ചെയറിൽ ഇരിക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ പാവൻ ട്രഷററെ പോലും ഉന്തിത്തള്ളി പേടിപ്പിച്ച് ഈ സെക്രട്ടറി കൂടുതൽ പ്രഷറിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് സെക്രട്ടറി കരുതിക്കൂട്ടി ഓടി വിൻ ചെയ്യാൻ ശ്രമിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെക്രട്ടറിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും ഓടിച്ചിട്ട് പ്രഷർ കയറ്റിയ ആൾ ഉന്തിത്തള്ളിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്രട്ടറി പുറകോട്ട് വന്നിരുന്ന് ഈ ഗെയിം വിൻ ചെയ്തിരിക്കുകയാണ്. നല്ല സോങ്ങുകൾ പാടി ഞങ്ങളെ നല്ല ആഘോഷത്തിലാക്കിയ ഈ വ്യക്തിക്ക് നല്ലൊരു ഉപകാരം കൊടുക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ആ ഗെയിമിൽ വിൻ ചെയ്തവർക്കെല്ലാം പ്രൈസ് കൊടുക്കുന്ന ഒരു ടൈമാണിത്.
വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ആക്ച്വലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റി. പിന്നെ ന്യൂ മെമ്പേഴ്സ് വെൽക്കം ടു അബുദാബി KMCC പത്തനംതിട്ട. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ഈ കാക്കക്കൂട്ടങ്ങൾ അവിടെ ഇവിടെയും തങ്ങി തങ്ങി നിൽക്കുകയാണ്, പോകാൻ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ്. ഒരു മാരേജ് നടത്തിക്കൊടുത്ത പോലുള്ള ക്ഷീണത്തിലാണ് നമ്മുടെ സെക്രട്ടറി ഇപ്പോൾ. അബുദാബി KMCC പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ഫാമിലി യുണീക്കിന്റെ വീഡിയോ ഞാൻ ഒരു ക്ലിപ്പും കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്.